ഇന്നൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ആയാലോ? ഇന്നലെ നമ്മൾ ബുക്കിൽ ചെയ്തില്ലേ ഇല വെച്ചിട്ട് ഒരു പെയിൻറ്റിങ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വരക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്നായിട്ട് നമുക്കൊരു ക്യാൻവാസ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസ് മൊത്തത്തിൽ ഞാനങ്ങ് നീല കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടി നീല കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് കളറാണെങ്കിലും ഓക്കെയാണ്. അതിനുശേഷം വീട്ടിൽ നിന്ന് 2 ഇല പറിച്ചെടുത്തിട്ട്, കുറച്ച് നീളത്തിലുള്ള ഇലയാണ് പറിച്ചെടുത്തേക്കുന്നത്, അതിലേക്ക് ലൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് അച്ചുപോലെ ക്യാൻവാസിലേക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചു കൊടുക്കാവേ. ഇനി അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്താലേ ഇത് ഉണങ്ങത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുമ്പം അതങ്ങ് പരന്നു പോകും. അപ്പോൾ ഇനി അതിന് മുകളിലേക്ക് ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തേക്കുന്നത്. ഓരോ ഇലയിലേക്കും ഓറഞ്ച് കളർ അടിച്ചു കൊടുത്തു. ഇനി അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ട് നമ്മുടെ ഇലയിലേക്ക് ലൈറ്റ് കളർ പെയിൻറ്റ് അടിക്കുന്നു, അച്ചുപോലെ വെച്ച് കൊടുക്കുന്നു. വീണ്ടും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ 3 സെക്ഷനാട്ടോ ചെയ്തത്. അതായത് ഇലയുടെ വെച്ച് കൊടുക്കുന്നത് 3 സെക്ഷനായിട്ടാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിൽ രണ്ടാമത്തതും ഓറഞ്ച് കളർ തന്നെ അടിച്ചു കൊടുത്തത്. ഈ മൂന്നാമത്തെ ചെയ്യുന്നത് ഞാൻ ഓറഞ്ച് അല്ല കേട്ടോ, ഗ്രീൻ കളർ അടിച്ചു കൊടുത്ത്, ഒരു ഫ്ലൂറസെൻ്റ് ടൈപ്പ് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തത്. ഇത് ഉണങ്ങാൻ വേണ്ടി മാത്രമേ ടൈം വേണ്ടൂ കേട്ടോ. അതിന് കുറച്ചൊരു ക്ഷമ വേണം. വേറെ ഒക്കെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് അധികം സമയം എടുത്തിട്ട്, ഏകദേശം ഒരു ദിവസം എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്തുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുളമായി കിടക്കുന്നത്. ഇലയൊക്കെ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഞാൻ അതിന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്, ബ്ലാക്ക് കളർ ബ്രഷ് പെൻ വെച്ചിട്ട്. ബ്രഷ് പെൻ യൂസ് ചെയ്യുമ്പോഴും കുറച്ച് അത് ഉണങ്ങിയതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതാ എൻ്റെത് കാണുന്ന പോലെ പടർന്നു പോകും കേട്ടോ. ഞാൻ കുറച്ച് സമയം വെച്ചിട്ടാണ് ചെയ്തത്, പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല, അത് പടർന്നു പോയി. അപ്പോൾ എല്ലാ ഇലയ്ക്കും ഞാൻ ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, ഇതുപോലെ ശാഖകളും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സെൻറ്ററിലേക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു നെയിം ആർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനുള്ള സെല്ലോ ടാപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നടുക്ക് ഒരു സെല്ലോ ടാപ്പ് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണം. ഇത് ഞാനിപ്പോൾ സൈഡിലുള്ള സെല്ലോ ടാപ്പ് അങ്ങ് പറിച്ച് കളയുവാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് പടർന്നിട്ടുണ്ട്, സെൻറ്ററിലും നന്നായിട്ട് പടർന്നിട്ടുണ്ടായിരുന്നു. ആ ബ്ലൂ കളർ അടിച്ചില്ലേ, അപ്പോൾ അതിലേക്ക് ഞാനിതാ വൈറ്റ് കളർ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇനി അതിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അപ്പം ഞാനിവിടെ ബി ഹാപ്പി എന്ന് എഴുതി കൊടുക്കുവാണ്. അത് ആ ബ്രഷ് പെൻ വെച്ചിട്ട് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്, ബ്ലാക്ക് കളറിൽ. സൈഡിൽ കുറച്ച് പൂവ് കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്, അതും ബ്രഷ് പെൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ബൈ.